ഇവിടെ ഒരു വാക്യം, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. അപ്പൊ നമ്മൾ ചോദിക്കട്ടെ, അവന്റെ മരണത്തിൽ എങ്ങനെയാണ് ഞാൻ പങ്കാളിയാകുന്നത്? അപ്പോൾ നമ്മൾ ചോദിക്കണം, അവന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മരണം പറഞ്ഞ കർത്താവിന്റെ മരണം എന്ന് പറഞ്ഞാൽ കാൽവരിയിലെ ഒരു മരണത്തെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. പക്ഷേ വേറെ ഒരു മരണത്തെക്കുറിച്ചാണ് പൗലോസ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ മറക്കണ്ട. അതിന് പൗലോസ് ഇപ്രകാരമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് മനസ്സിലാക്കുന്നത് എബ്രായ ലേഖനകാരനാണ് അതിനെക്കുറിച്ച് ആ വാക്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ആ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഒരു മിനിറ്റോടെ നിൽക്കണം. ഒരു സിസ്റ്റർ നമ്മൾ വായിച്ചു പോകുമ്പോൾ പലപ്പോഴും നമുക്കത് വിട്ടുപോവുകയാണ്. അതിന്റെ പ്രധാന ഭാഗം നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ ആ മലയാളത്തിന്റെ ഫ്ലോയിൽ നമ്മൾ വിട്ടുപോകും. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലം എന്ന് പറയുന്ന ജീവിതകാലം എത്ര വരെയുണ്ട്? നിങ്ങളോട് കൂടെ ചോദിക്കുകയാണ്. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത്, അത് പറയുന്നത് എന്താണെന്നറിയാമോ? ഇംഗ്ലീഷാണ് ആ വാക്യം ഒന്നുകൂടെ വ്യക്തമായിരുന്നത്. ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ലൈഫ് ഓൺ ദി എർത്ത്. ഈ ഐഹിക ജീവിതകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മലയാളത്തിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്? സിസ്റ്റർ, ഞാൻ ചോദ്യം പോലെ ചോദിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ എന്താ അത് മനസ്സിലാക്കുന്നത്? എന്നോടൊന്ന് റെസ്പോണ്ട് ചെയ്തു. കാരണം ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലം. അപ്പോൾ ആ കാലം ആരംഭിച്ചത് എപ്പോഴാണ്? ജനനത്തോടുകൂടി ആരംഭിച്ചു. 33 വർഷത്തെയും ജീവിതത്തെ മൊത്തമായി പൗലോസ് അല്ലെങ്കിൽ എഴുത്തുകാരൻ അവിടെ പറയുകയാണ്, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത്. ഇനി അടുത്ത വാക്യം വായിച്ചു. അത് നമ്മൾ വായിക്കണം. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ളവനോട്. ഏത് മരണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞിരിക്കുന്ന മരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മരണത്തെ കുറിച്ചാണ്? ഇത് നമ്മൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ശാസിക്കുന്നു വിചാരിക്കുന്നത് കേട്ടോ. എൻ്റെ ഹൃദയത്തിൽ ആ ചിന്ത കൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു രഹസ്യം അവിടെ പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് എടുത്തു തരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. കണ്ടോ ആ വാക്യത്തിന്റെ ആ ഘടന നമ്മളത് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലം ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്താണ്? മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ. ഏത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്? അത് ഞാൻ പറയാം. നമ്മുടെ പുൾപിറ്റുകളിൽ വളരെ സുലഭമായി കേൾക്കുന്ന, ഞാൻ എൻ്റെ 44 വർഷത്തിനുള്ളിൽ പലപ്പോഴും കേൾക്കാതിരുന്ന ഒരു വലിയ മർമ്മം, അതിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വിരൽ ചൂണ്ടുകയാണ്. ക്രിസ്തു തന്റെ ജീവിതകാലത്ത് നമ്മൾക്ക് എന്താ ജനിക്കുന്നത്? നമ്മൾ വരുമ്പോൾ നമ്മൾ പാപത്തിൽ എന്ത് ചെയ്തു? മരിക്കും. പാപത്തിനകത്ത് നമ്മൾ ചെയ്തു നമ്മുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണം പറഞ്ഞത് ചെയ്യാൻ കഴിയാഞ്ഞതിന് സാധിപ്പിക്കുന്നതിന് ദൈവം തന്റെ പുത്രനെ അയച്ചിരിക്കുന്നത്. അങ്ങനെ പാപജടത്തിനകത്ത് പാപത്തിന് ജഡത്തിന് സ്വരൂപത്തോടുകൂടെ അവൻ അയച്ചെങ്കിലും നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്ന അവസരത്തിൽ പത്രോസിനെ കുറിച്ച് പറയുന്നത്, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ്. നമ്മൾ ആ കർത്താവിനെയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് കാണേണ്ടത്. തന്റെ ഐഹിക ജീവിതകാലത്ത് മരണം ചെയ്തിട്ടുണ്ടോ? നാം മരണം ചെയ്തു മരിച്ചുപോയി. എന്നാൽ എന്റെ കർത്താവ് മരിച്ചിട്ടില്ല. എന്താണ് കാരണം? ഉറച്ച നിലവിളിയും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ച ദൈവത്തോട് അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല എന്റെ കർത്താവിനെ. അതിനകത്ത് വായിക്കുമ്പോൾ He was tempted at all points like we are,
യെറ്റ് വിത്തൗട്ട് സിൻ എന്നുള്ള പ്രത്യേക പദമാണ് അവിടെ നമുക്ക് കാണാനിടയായി തീരുന്നത്. എബ്രായ ലേഖനമാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ 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 എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താണ്? അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ കോപിച്ചിട്ട് പകരം കോപിച്ചില്ല, ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതിരുന്നിട്ട് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ പിതാവായ ദൈവം മുൻനിയമിച്ചിരിക്കുന്ന ഒരു മുന്നറിവുണ്ട്. അത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനകത്തേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടി എടുത്തുകൊണ്ടുവരിക. കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ചു. ഭയഭക്തി നിമിത്തം അവൻ ഉത്തരം ലഭിച്ചു. കേട്ടോ കേട്ടോ നമ്മുടെ ജീവിതത്തിനകത്ത് പാപത്തിൽ നമ്മൾ വീണുപോവുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് അത് ചെയ്തിട്ടില്ല. അവസാനമായി കർത്താവ് പറയുന്ന ഒരു വിലപ്പെട്ട ഒരു വാക്യമുണ്ട്. നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. കാരണം അവനിൽ പാപമില്ലായിരുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവനിൽ പാപമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൈവപുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ, പിതാവായ ദൈവം നമ്മളെ മുൻനിർത്തിയിരിക്കുന്നത്, മുന്നറിഞ്ഞിരിക്കുന്നത്. മുന്നറിഞ്ഞവരെയാണ് അവൻ വിളിച്ചിരിക്കുന്നത്. വിളിച്ചവരെ അവൻ നീതീകരിച്ചു. ആ നീതീകരണം എന്ന് പറയുന്ന പ്രക്രിയ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ ലോകത്തിന് സൗജന്യമായി കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടെടുക്കുക. അവന്റെ ആ റോമാലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുന്ന അവസരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം എന്ന് തോന്നുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ഇന്ന് മനുഷ്യന് കൊടുത്തിരിക്കുന്ന വലിയപ്പെട്ട പദവിയുടെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ നീതീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി ന്യായപ്രമാണത്തിൽ നീതിയുള്ള ന്യായപ്രമാണം മുഴുവനും നമ്മൾ ചെയ്യണമായിരുന്നു. എന്നാൽ ഇന്ന് ആ നീതി മുഴുവനും കഴിയാഞ്ഞ മനുഷ്യന് വേണ്ടി തന്റെ പുത്രനിലൂടെ സാധിപ്പിച്ചെടുത്തുകൊണ്ട് ആ നീതി ഇന്ന് ദൈവം ലോകത്തിന് സൗജന്യമായി കൊടുത്തിരിക്കുകയാണ്. Whosoever believeth on him should not perish but have everlasting life. നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഈ നീതിയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. നമ്മൾ ഓർക്കണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ സൗജന്യമായിട്ട് ഇത് കാൽവരിയിലൂടെ നടന്നു, അത് നമുക്ക് സൗജന്യമായിട്ട് നൽകി തന്നിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അത് സൗജന്യമല്ല. ദൈവപുത്രൻ ആ വഴിയിലൂടെ കടന്നു പോകണ്ടായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ടെന്ന് വിചാരിക്കാതെ വേണം. ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെ തന്നെ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വിചാരിച്ചു who has believed the report of the Lord. നാം വിചാരിച്ചു ദൈവം അവനെ ദണ്ഡിപ്പിച്ചു പഠിപ്പിച്ചിരിക്കുന്നു വിചാരിച്ചു. പക്ഷേ കാര്യത്തിന്റെ ഗതി അങ്ങനെയല്ല. യെശയ്യാ പ്രവാചകൻ തന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ താൻ കാണുന്നത് he was pierced for our sin, our transgression. He was bruised for our iniquity, and the peace, our peace, hallelujah, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ വരികയായിരുന്നു. ഈ കർത്താവിനെ അതിന്റെ നിലയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരായി നിങ്ങൾ ഇന്നെ അതിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവര്? അവന്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന അതിനേക്കാണ് നമ്മൾ ഏർത്തിരിക്കുന്ന റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. ഇതിങ്ങനെ കണക്ഷൻ ചെയ്ത് വരുമ്പോൾ മാത്രമേ അതിന്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലാഘവത്വത്തോടുകൂടി എടുത്ത് തള്ളിക്കളയും. ആ റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം ഒന്നുകൂടെ സിസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ. കണ്ടു, നാം നടക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ജീവന്റെ പുതുക്കത്തിലായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. അങ്ങനെ പാപസംബന്ധമായി നമ്മൾ മരിച്ചു. ഇനി വായിച്ചു സിസ്റ്ററെ. അത് നമ്മളത് പറഞ്ഞില്ലെങ്കിൽ നമുക്കത് പിടികിട്ടത്തില്ല. നമ്മൾ പലപ്പോഴും ഇത് പല പ്രാവശ്യം വായിച്ചുള്ള അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കി പതിയണമെങ്കിൽ നമ്മൾ അത് തന്നെ നിലയിൽ ചിന്തിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് മനസ്സിരിക്കുന്നത്? അവന്റെ മരണത്തോട്
അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാകണമെങ്കിൽ. അപ്പൊ ഇവിടെ രണ്ട് സിസ്റ്റർ ഒന്ന് വായിച്ചു തീർത്ത് എന്നിട്ട് പിന്നെ പറയാം. ഓക്കെ, ഏകീഭവിക്കും. അത് ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? അതൊരു കണ്ടീഷൻ പോലെ നമുക്ക് തോന്നുന്നില്ലേ? മരണത്തോട് ഏകീഭവിച്ചാൽ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിന് മരിച്ചു, ദൈവത്തിന് ജീവിക്കുന്നു. ആ വാക്യം ഇനി വായിച്ചു. യെസ്. എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓരോ ദിവസവും അറിയുന്നുണ്ടോ? നാം അറിയുന്നു. എന്താ അറിയുന്നത്? നാം അങ്ങനെയാണ്, മരിച്ചവരാണ്, പാപസംബന്ധമായി മരിച്ചവരാണ്, നീതിക്ക് ജീവിക്കുന്നവരാണെന്ന്. ഇനി താഴത്തെ വാക്യം വായിച്ചു സിസ്റ്റർ. അങ്ങനെ മരിക്കുന്നവൻ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മരിക്കുന്നവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. മരിച്ചവൻ അങ്ങനെ മരിക്കണോ? അപ്പോൾ ഇവിടെ ഒരു പൗലോസ് എന്താണ് പൗലോസ് ഈ പറയുന്നത്? ഇത് ഞങ്ങൾക്കൊന്ന് ഗ്രഹിച്ചതാ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നൊന്ന് ഗ്രഹിച്ചത് മനസ്സിലാക്കാൻ പൗലോസ് വാക്കിനകത്ത് നിൽക്കുകയാണ്. അതിന്റെ ആഴം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കുന്നത്? ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചന കഴിച്ചു. ഭയഭക്തി നിമിത്തം ഓരോ പ്രാവശ്യവും ഉത്തരം ലഭിച്ചു. He was tempted at all points. നമ്മളെ പോലെ തന്നെ അവൻ പരീക്ഷിക്കപ്പെട്ടു. At all points like we are, yet without sin. ആ മലയാളത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷനകത്ത് ശക്തം നമുക്ക് വ്യത്യാസമുണ്ട്. നമുക്കത് മനസ്സിലാക്കുന്നില്ല, അതിന്റെ ആഴം പിടികിട്ടുന്നില്ല. അതാണ് അതിന്റെ വിഷയം. എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആ വാക്യത്തേക്കാൾ ഒന്നുകൂടെ ഇംഗ്ലീഷാണ്, ഒന്നുകൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ പരീക്ഷ മുഴുവനും നമ്മളുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന സകല പരീക്ഷകളിലൂടെയും ഞങ്ങളുടെ കർത്താവും പരീക്ഷിക്കപ്പെട്ടു, എന്നിട്ടും അവൻ പാപം ചെയ്തിട്ടില്ല. കേട്ടോ? എബ്രായർ 13-ാം അധ്യായത്തിന്റെ 12-ാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പറഞ്ഞാണ്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടുണ്ടോ? പൗലോസ് ചോദിക്കുകയാണ്. എബ്രായ ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ എഴുത്തുകാരൻ ചോദിക്കുകയാണ്, എന്താണ്? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടുണ്ടോ? ഇവിടെ എതിർത്ത് നിന്ന ഒരുവനെ കാണിച്ചുകൊണ്ടാണ് നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇവിടുത്തെ മരണം എന്താണ്? നമ്മൾ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഈ പ്രതിഭാസം, ഈ വിഷയമാണ്. ഇത് രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും ഒരുപോലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ എഫേസ്യ ലേഖനത്തിനകത്ത് നമുക്ക് കടന്നു പഠിക്കുമ്പോൾ, അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം ദൈവജീവനിൽ നിന്നും അകന്നപ്പെട്ടവരായി മനം തഴമ്പിച്ചു പോയ മറ്റുള്ളവരാണ്. എന്ത് നിമിത്തം? അജ്ഞാനം നിമിത്തം. എഫേസ്യരുടെ 4-ാം അധ്യായത്തിന്റെ എനിക്കൊന്ന് 14 താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പൗലോസ് പറയുന്നുണ്ട്, അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം മനം തഴപ്പിച്ചു പോയവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ഏത് അശുദ്ധിയും ചെയ്യാൻ ഒരു മടി അവർക്കില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾ അതിനകത്ത് പൗലോസ് റോമാലേഖനത്തിനകത്ത് പറയുന്ന ഒരു പ്രത്യേക ഒരു പദപ്രയോഗമുണ്ട്. ആ പ്രയോഗമാണ് നോയ്. അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇത് മൊത്തം നമ്മളൊന്ന് ക്രോഡീകരിച്ച് വരുമ്പോൾ സിസ്റ്റർ, ഇനി അതിന്റെ 11-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചു. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം കൂടെ വായിച്ചു. അത് രണ്ടും കൂടെ വായിക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കുക. യെസ്.
ഔവണ്ണം നിങ്ങളും ഇവിടെ കമ്പയർ ചെയ്യുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. ഔവണ്ണം നിങ്ങളും എന്താണ് ഇനി ചെയ്യേണ്ടത്? ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യത്തിന്റെ താക്കോൽ ആ പൗലോസ് അവിടെ എടുത്തു തരികയാണ്. നിങ്ങളെ തന്നെ എണ്ണുകയും. എപ്പോഴൊക്കെ എണ്ണണം? ഓരോ ദിവസവും എണ്ണണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 11ാമത്തെ വാക്യമാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്ന വാക്യം, നോയിങ് ദിസ്, എന്ന് നാം അറിയുന്നു. കണ്ട, എന്ന് നാം അറിയുന്നു. ആ 6ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഔവണ്ണം നിങ്ങളും ആ ആ ആ ആ ആ കണ്ടോ? വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി മുരടിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? വളരാത്തതിന്റെ കാര്യം എന്താണ്? ക്രിസ്തുവിന്റെ തലയോളം വളർന്നു വരാൻ കഴിയാതെ വണ്ണം അതിന്റെ കാരണങ്ങൾ എന്താണ്? ഇവിടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മളെ തന്നെ എണ്ണണം. പാപം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നവരെന്നും നീതിയിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ ഓരോ ദിവസവും എണ്ണണം എന്ന് നാം അറിയണം. അപ്പോൾ ആദ്യത്തെ വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ന് നാം അറിയണം. നമ്മുടെ ഒരു വിഷയത്തിന്റെ മുമ്പിലോട്ട് നമ്മൾ കടന്നു വരികയാണ്. അവിടെ നമ്മൾക്ക് തെറ്റിപ്പോകാൻ, വീണുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം ചെറുതായിട്ടൊക്കെ. എന്നാൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? അതിന്റെ ഗ്രാവിറ്റിയിൽ എടുക്കാത്തത് മുഖാന്തരമായി അതിന് ഗൗരവമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തോടെ ബന്ധത്തിൽ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു വിലപ്പെട്ട സത്യമുണ്ട്. എന്താണ്? നമ്മളോട് പാപസംബന്ധമായി മരിച്ചവനായ നീയെ, നിങ്ങളെ എണ്ണണമെന്ന് പറഞ്ഞിരിക്കുന്ന നീയെ, നീതിയിൽ നീ ദൈവത്തിന് ജീവിക്കേണ്ടവനാണെന്ന് അറിഞ്ഞിരിക്കേണ്ടെന്ന് നീയെ, ഈ സാഹചര്യത്തിൽ നീ എങ്ങനെ പ്രതികരിക്കുന്നു? അതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മളോട് തന്നെ നാം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു വിലപ്പെട്ട ഉത്തരമുണ്ട്. എന്താണ്? പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരായി നാം പാപം സംബന്ധിച്ച് മരിച്ച് ദൈവത്തിന് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടി അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്താണ് പത്രോസ് അപ്പോസ്തലൻ പറയാനിടയായി തീർന്നിരിക്കുന്നത്? എന്താണ്? നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കുന്നവരെന്ന്. നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ അവൻ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യവും വന്നിരിക്കുന്നു. സ്തോത്രം. എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്? പാപസംബന്ധമായി പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരാണ് ഞാൻ എന്ന് നാം ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കണം, കേട്ടോ. ഇന്ന് നമ്മളൊരു രഹസ്യം പറയുകയാണ്. ഈ രഹസ്യം ഇന്ന് വളരെ സുനികമായിരിക്കുന്ന, വളരെ നമ്പേഴ്സ് മാത്രമുള്ളതായിരിക്കുന്ന ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളോട് ഒരുമിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. എന്താണ്? പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരായ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടി, കണ്ടോ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നീതിക്ക് ജീവിക്കണം. ദൈവത്തിന്റെ സൗജന്യ നീതിക്കകത്ത് നമ്മൾ ജീവിക്കണം. ഈ നീതിയാണ് നമ്മുടെ സ്വയമായ പ്രവൃത്തികൾ ഉണ്ടാകുന്നതല്ല. അയ്യോ ഞാൻ നീതിക്ക് ജീവിക്കേണ്ടതല്ല, എന്നെ കൂടെ നോ അങ്ങനെയല്ല. അതിന്റെ രഹസ്യം അങ്ങനെയല്ല. ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് now we have peace with God. ദൈവത്തോട് ഇന്ന് നമുക്ക് സമാധാനമുണ്ട്, കേട്ടോ. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് അക്ഷരത്തിൽ അങ്ങ് എഴുതി പിടിപ്പിക്കണം. സ്തോത്രം. പിശാച് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരും. എന്നിട്ട് പറയും, നീ പ്രാർത്ഥിച്ചില്ലല്ലോ, പ്രാർത്ഥിച്ചത് സമയത്തിന് അത്രയും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അവനോട് പറയാൻ നമുക്കൊരായുധമുണ്ട്, കേട്ടോ. എന്താണ് പറയുന്നറിയാമോ? ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തില്ല എന്നുള്ളത് കെയർ ഓഫിലല്ല ദൈവം എന്നെ നീതീകരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ നീതി മുഴുവനും നിവർത്തിച്ചാക്കിയതിനു ശേഷം ആ നീതി വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി കൊടുക്കുവാൻ പിതാവായ ദൈവത്തിന് കൃപ തോന്നി. അതുകൊണ്ട് ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ കർത്താവിലുള്ള എന്റെ വിശ്വാസത്തിലാണ്. കാരണം നാം ചെയ്ത പാപത്തിന് ശിക്ഷയായിട്ടായിരുന്നു കർത്താവ് മരിച്ചത്, കേട്ടോ. ഓരോ ദിവസവും ഓരോ നിമിഷവും ശത്രു നമ്മുടെ ജീവിതയാത്രയ്ക്കകത്തേക്ക് വിരൽ ചൂണ്ടി വരുമ്പോൾ അവന് കൊടുക്കേണ്ട ഉത്തരം ഇതാണ്. ഈ ഉത്തരം നമ്മൾ ഓരോ ദിവസവും അവന് കൊടുക്കണം. എന്താണ്?
പിശാചേ, ഞാൻ ചെയ്ത പാപത്തിനും ഞാൻ ചെയ്യാനിരിക്കുന്ന പാപത്തിനും എന്റെ പാപത്തിനും വേണ്ടിയാണ് എന്റെ കർത്താവ് കാൽവരിയിൽ മരിച്ചത്. കാരണം കർത്താവ് കാൽവരിയിൽ മരിച്ചിട്ട് 2000 വർഷമായി. അന്ന് ഞാൻ ഈ ലോകത്തിലില്ല, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം പോലുമില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാടിന് വിശ്വസിച്ച് അർപ്പണിച്ചതുകൊണ്ട് ദൈവം എന്നെ ഇപ്പൊ കാണുന്ന എങ്ങനെയാണോ? ആ റോമലേഖനം 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, അത് നമ്മുടെ ഹൃദയത്തിന്റെ പേശിയിൽ അങ്ങ് എഴുതി വെച്ച് പുള്ളി ആദ്യം വരുമ്പോഴേ പുള്ളി ആദ്യം കാണും. ആര്? ശത്രു ആദ്യമേ കാണാം. ബീങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് വി ഹാവ് പീസ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് ഇന്ന് പൂർണ്ണ സമാധാനത്തിലാണ്. അതിന് റോമലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ കാണുമ്പോൾ നമുക്കിങ്ങനെയാണ് കാണുന്നത്, ദൈവത്തിന് ലോകത്തിന് ലംഘനങ്ങൾ എന്തിരിക്കുന്ന കണക്കിട്ടില്ലെങ്കിൽ ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ വണ്ണം സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിക്കുവാൻ പിതാവിന് ഇഷ്ടമായി. കണ്ടോ? എന്നെ മാറ്റി നിർത്തി, പിക്ചറിനകത്തുനിന്ന് എന്നെ മാറ്റി നിർത്തി എനിക്ക് വേണ്ടി, എനിക്ക് പകരമായി. അത് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്, He made him who knew no sin. Hallelujah. Who knew no sin. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കുകയായിരുന്നു. ആ 2 കൊരിന്ത്യർ 5:21 വാക്യം സ്വർണ്ണലിപികളിൽ എഴുതി നമ്മുടെ വീട്ടിൽ മുമ്പിൽ വെക്കേണ്ടതാണ്. അത്ര പവർഫുൾ ആണ്. ഇറ്റ് ഈസ് സോ പവർഫുൾ. ഹല്ലേലൂയ. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, He made him who knew no sin. പാപമറിയാത്തവനെ, പിതാവിന്റെ മടിയിൽ പ്രബോധിച്ചുകൊണ്ടിരുന്നവനെ, ഒരു പാപം ചെയ്യാതിരുന്ന പൂർണ്ണ വിശുദ്ധിയിൽ ദൈവത്തിന്റെ സ്വരൂപമായി തീർന്ന വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന നമ്മുടെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുക്കുന്നതിന് മുൻപായി നമ്മൾ അവനെ ഒന്ന് കാണേണ്ടത് ആവശ്യമാണ് കേട്ടോ. അവൻ തന്റെ ദൈവത്വത്തിൽ ഇരുന്ന അവസരത്തിൽ കണ്ട ഒരാളെ കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. ആ പറയുന്നത് എങ്ങനെയാണ്, ഉസിയാവ് മരിച്ച ആണ്ടിൽ യഹോവയെ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ 2 കൊണ്ട് മുഖം മൂടി, സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് പറന്നുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് രാപകലില്ലാതെ ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ആദ്യത്തെ അവസ്ഥ അതായിരുന്നു. പിതാവിന്റെ മടിയിൽ പ്രബോധിച്ചുകൊണ്ടിരുന്ന പ്രിയപുത്രനായിരുന്നു. അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ല. പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുകയാണ്, അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. ഈ ദൈവപുത്രനെയാണ് അവന്റെ മേലേക്കാണ് നമ്മുടെ ലോകത്തിന്റെ പാപത്തെയും പിതാവായ ദൈവം എടുത്തു വെക്കുവാനിടയായി തീർന്നത്. അതിനുവേണ്ടിയായിരുന്നു അവൻ ശിക്ഷിക്കപ്പെട്ടത്. He was pierced for our sin. He was bruised for our transgression. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയായിരുന്നു ഞങ്ങളുടെ കർത്താവ് അവിടെ കാൽവരിയിൽ ഏറ്റത് കേട്ടോ എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇത് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ പാപങ്ങളെയും കഴുകി അകറ്റുന്ന പുണ്യാക രക്തമായിരുന്നു അവിടെ നിന്ന് ഒഴുകി ഇറങ്ങിയത്. സ്തോത്രം. ഇംഗ്ലീഷുകാരൻ പാട്ടുകാരനെ പ്രസാദിക്കാണ്, Are you washed in the blood? ആ രക്തത്തിൽ നീ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴുകൽ പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് പൂർണ്ണ ശുദ്ധി വരുന്നത് കേട്ടോ, പൂർണ്ണ സമാധാനം വരുന്നത്. അതുകൊണ്ട് ശത്രു നമ്മുടെ മുമ്പായി എതിർത്തിക്കൊണ്ടുവരുന്നതായ സകല ആർഗ്യുമെന്റുകളെയും പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. സ്തോത്രം. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി. ആ കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം സിസ്റ്റർ ഒന്ന് മുഴുവൻ വായിച്ചു തീർത്തു. അതൊന്നും വായിച്ചു കേൾക്കപ്പെടുന്ന ജനങ്ങൾ